നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി 9 മണി വാർത്തകൾ ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ദേശീയപാതയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ 3 അംഗ കേന്ദ്ര സംഘം ഉടനെത്തും. വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ച് KNR കൺസ്ട്രക്ഷൻസ്. ആലപ്പുഴ ബൈപ്പാസിലെ ഗർഡറുകൾ തകർന്നതിലെ അന്വേഷണം പാഴ്വാക്കായി. അന്വേഷിച്ച് ന്യൂസ് 18 പ്രത്യേക കവറേജ്. വിള്ളലിൽ ആര് വീഴും? കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിലെ ദുരൂഹത നീക്കാൻ അന്വേഷണ സംഘം. മകൾ നിരന്തര പീഡനത്തിന് ഇരയായ കാര്യം അറിയില്ലായിരുന്നതായി അമ്മയുടെ മൊഴി. പീഡിപ്പിച്ച പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. അന്വേഷണ സംഘം വിപുലീകരിച്ചു. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്ത് ശക്തമായ മഴ. കാലവർഷം 2 ദിവസത്തിനകം എത്തും. മലമ്പുഴയിലും മൂന്നാറിലും വീട്ടുമുറ്റത്ത് പുലിയെത്തി. വളർത്തുനായ്ക്കളെ കൊണ്ടുപോയി. കാളികാവിലെ കടുവ കാണാമറയത്ത്. ദൌത്യം 7ാം ദിവസത്തിൽ. ഹാർവാർഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ വിലക്കേർപ്പെടുത്തി ട്രംപ് ഭരണകൂടം. ഇപ്പോൾ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾ വേറെ സർവകലാശാലകളിലേക്ക് മാറണം. പാലിച്ചില്ലെങ്കിൽ കടുത്ത നടപടിയെന്ന് മുന്നറിയിപ്പ്. വിദേശ വിദ്യാർത്ഥികളുടെ വിസ നയത്തിൽ ട്രംപിന്റെ നടപടി തടഞ്ഞ് കോടതി. IPL-ൽ ബാംഗ്ലൂർ ഹൈദരാബാദ് പോരാട്ടം. ആദ്യ ക്വാളിഫയറിൽ ഇടം നേടാൻ ബാംഗ്ലൂർ. ആശ്വാസ ജയം തേടി ഹൈദരാബാദ്. മത്സരം 7:30 മുതൽ ലക്നൌവിൽ. വിശദമായി നോക്കാം. വിള്ളലിൽ ആര് വീഴും? മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണതടക്കം നിർമ്മാണത്തിലെ വീഴ്ച അന്വേഷിക്കാൻ 3 അംഗ സംഘം ഉടൻ സംസ്ഥാനത്തെത്തും. ഡൽഹി IIT പ്രൊഫസർ KR റാവുവിന്റെ നേതൃത്വത്തിലാണ് സമിതി. കൂരിയാട്ടെ നിർമ്മാണ വീഴ്ചയിൽ കരാർ കമ്പനിയായ KNR കൺസ്ട്രക്ഷൻസിനെ ഡീബാർ ചെയ്തിരുന്നു. അതേസമയം കൂരിയാട് മേൽപ്പാലം വേണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. നിർമ്മാണ അപാകതയിൽ ദേശീയപാത അതോറിറ്റി ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. CV അനുമോദ് മലപ്പുറത്ത് നിന്നും നവമി ദിനേശ് കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം CV അനുമോദിലേക്കാണ് പോകുന്നത്. അനുമോദ്, നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വല്ലാത്തൊരു ദുരവസ്ഥയിലാണ് അവിടുത്തെ കൂരിയാട്ടെ ജനത ഇപ്പോൾ ഉള്ളത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എങ്ങനെയാണ്? ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ പലവിധ സമിതികൾ അവിടേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ വിദഗ്ധമായ കേന്ദ്ര സമിതി ഉടൻ എത്തുമെന്ന് മനസ്സിലാക്കുന്നു. IIT പ്രൊഫസറിന്റെ നേതൃത്വത്തിലുള്ള സംഘം. അപ്പോൾ ഈ സംഘം അവിടെ എത്തുമ്പോൾ ഇവരുടെ ആവശ്യങ്ങളൊക്കെ അവരോടും കൂടി പറയാനാണോ നാട്ടുകാർ ആലോചിക്കുന്നത്? ശക്തമായ സമരപരിപാടിയുമായി ഒരു പരിഹാരം കാണുന്നത് വരെ അവർ മുന്നോട്ട് നീങ്ങുമോ? ആര്യ, വലിയ പ്രതിഷേധം തന്നെ കൂരിയാട് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടതാണ്. അവിടെ വിദഗ്ധ സമിതി എത്തിയപ്പോൾ അവരെ നേരിൽ കാണാനും സംസാരിക്കാനും അവിടുത്തെ പ്രാദേശിക നേതാക്കളും അതേപോലെ സമരസമിതിക്കാരെ ശ്രമിക്കുകയും, പക്ഷേ അതിന് അവർ സമയം കൊടുക്കാത്തതിൽ അവരുടെ വാഹനം തടഞ്ഞ് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം വരെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം അവിടെ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം, ഇവിടെ ഈ അറ്റകുറ്റപ്പണി എന്ന് പറഞ്ഞ് നിലവിലുള്ള നിർമ്മാണം രണ്ടാമത് പണിയുകയല്ല വേണ്ടത്, പകരം ആ പ്രദേശത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് ശാശ്വത പരിഹാരമായിട്ട് വയലിലൂടെ വയഡക്റ്റ് പാലമാണ് വേണ്ടതെന്ന ഒരാവശ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ഉയർന്നു കേട്ടത്. അതേ നിലപാടിൽ തന്നെയാണ് പ്രദേശവാസികളും അതേപോലെ മേഖലയിലെ രാഷ്ട്രീയ സംഘടനകളൊക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അവിടെ ഈ വിദഗ്ധ സമിതി നിർദ്ദേശിക്കുന്ന നടപടിയാകും ഇനി തുടർ നടപടിയായിട്ട് കൈക്കൊള്ളുക എന്ന് NHA ഒക്കെ നേരത്തെ തന്നെ വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. പക്ഷേ അവിടെ മറ്റൊന്നും വിദഗ്ധ സമിതി ഇപ്പോൾ അവിടെ വയഡക്റ്റ് പാലം വേണ്ട, നിലവിലുള്ള പ്രതലം ബലപ്പെടുത്തി രണ്ടാമത് നിർമ്മിക്കാനാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുവരെ ഈ ഒരു പ്രാദേശികമായിട്ടുള്ള പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ
കൂടുതൽ ഉന്നതർ വിദഗ്ധരൊക്കെ അവിടെ സന്ദർശിച്ച് വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഡൽഹി IITയുടെ സംഘം എത്തുമെന്ന വിവരമുണ്ട്. ഇന്ന് എപ്പോഴാണ് എത്തുക, ഇന്നാണോ നാളെയാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരാനുണ്ട്. കാരണം ഇതുവരേക്കും അവരുടെ സന്ദർശന സമയം വ്യക്തമായിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ ദിവസം NHA നിർദ്ദേശ വിദഗ്ധ സംഘം അവിടെ എത്തി ആ പ്രദേശത്തിന്റെ മണ്ണ് ഭൂമിക്കിടയിലുള്ള മണ്ണ് തെന്നി മാറിയതാണ് ഈ അപകടത്തിന് വഴിയൊരുക്കിയതെന്ന് പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരുന്നു. അതിൽ ഈ റോഡ് നിർമ്മിച്ചതിൽ കരാർ കമ്പനിക്ക് വീഴ്ച വന്നതായിട്ടുള്ള പരാമർശങ്ങളായിരുന്നു. അതാണ് നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം ഈ കരാർ കമ്പനി ഡീബാർ ചെയ്യുന്നതിൻ്റെ ഒരു കാരണമായിട്ട് ഉന്നയിക്കുന്നത്. അവിടെ മുന്നൊരുക്കം, ആ റോഡ് നിർമ്മിക്കുന്നതിൽ ആ പ്രദേശം ബലപ്പെടുത്തുന്നതിന് വേണ്ട മുന്നൊരുക്കം അവിടെ നടത്തിയിട്ടില്ല എന്ന് പ്രാഥമിക ഘട്ടത്തിനെ തുടർന്നാണ് ഈ നടപടി എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള വിദഗ്ധ സമിതികൾ സമർപ്പിക്കുന്ന റിപ്പോർട്ടുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അവിടെ ഈ ഒരു മേഖലയിൽ ശാശ്വതമായിട്ട് പരിഹാരത്തിന് ഈ വയലിലൂടെയുള്ള റോഡ് ഒഴിവാക്കി പകരം പാലം പണിഞ്ഞ് അവിടെ ആ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം. അതെ, വയഡക്ട് പാലം വേണമെന്നുള്ളതാണ് ആ നാട്ടുകാരുടെ ആവശ്യം. അവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിപ്പോൾ ഈ ഘട്ടത്തിലല്ല തീരുമാനിക്കേണ്ടിയിരുന്നതും ആലോചിക്കേണ്ടിയിരുന്നതും എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ മുതൽ അത്തരത്തിലുള്ള ആലോചന വേണമായിരുന്നു. എന്തായാലും ആ ഘട്ടത്തിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികൾ ഇത്തരത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി അടക്കം ഈ ഡിസൈനിങ്ങിനടക്കം പുറത്തുനിന്നുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ സ്വകാര്യ ഏജൻസികളെയാണ് ഏൽപ്പിച്ചത്. അവർ ഇവിടെ എത്തി വേണ്ട വിധത്തിലുള്ള പഠനം നടത്തിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഈ സാഹചര്യത്തിലൊക്കെയും സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊന്നും കൃത്യമായി ഇടപെട്ടില്ല. ഈ നാഷണൽ ഹൈവേ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിരുന്നു സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ടായിരുന്നത്. അതിനപ്പുറം പ്രാദേശികമായ ജനങ്ങളുടെ വികാരമോ അല്ലെങ്കിൽ ഭൂഘടനയോ ഒന്നും മനസ്സിലാക്കി നൽകാനോ ഏത് തരത്തിൽ ഈ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനോ പ്രവൃത്തി വിലയിരുത്താനോ ഒന്നും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നിട്ടില്ല. ഇപ്പോഴിതാ ഈ പ്രശ്നങ്ങൾ വന്ന ഘട്ടത്തിൽ കൈകെട്ടി മാറി നിൽക്കുകയാണ്. ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിനോട് ആ പ്രദേശവാസികളുടെ ഒരു സമീപനം എങ്ങനെയാണ്? ഈ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനത്തിൽ ഏത് തരത്തിലാണ് അവർ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്? അനുമോദ്. ആര്യ, ആ മുതൽ ക്ഷ വരെ ദേശീയപാത കേന്ദ്ര സർക്കാരിൻ്റെ ആണെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അഭിപ്രായമായിട്ട് പറഞ്ഞിരുന്നു. ഇത് ഉത്തരവാദിത്തങ്ങൾ എന്നുള്ള കൈകഴുകലാണ് എന്ന വിലയിരുത്തലാണ് അല്ലെങ്കിൽ അഭിപ്രായമാണ് പൊതുവെ ഈ മേഖലയിൽ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധത്തിൽ മുഖംമൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെയും മുഖംമൂടിയായിട്ട് ധരിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധിച്ചിരുന്നത്. അതായത് ഈ ഒരു മേഖലയിലൂടെ ദേശീയപാത കടന്നു പോകുന്നതിൻ്റെ നേട്ടം സാമൂഹ്യ മാധ്യമങ്ങളിൽ ആഘോഷിച്ചവർ എന്തുകൊണ്ട് ഈ കോട്ടം അവരുടേതായിട്ട് എടുക്കുന്നില്ല, നടിക്കുന്നില്ല എന്ന ചോദ്യമാണ് വരുന്നത്. നേട്ടം ആഘോഷിക്കുന്നവർക്ക് കോട്ടവും ഏറ്റെടുക്കാൻ ഉള്ള ഒരു മര്യാദ കാണിക്കണമെന്നൊരു അഭിപ്രായമാണ്, ആവശ്യമാണ് പ്രതിപക്ഷം ഇവിടെ ഉയർത്തുന്നത്. UDF നേരിട്ട് ഈ ഒരു സമരത്തിലേക്ക് എന്ന് കടക്കുമെന്ന ചോദ്യത്തിന് വിദഗ്ധ സമിതി റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർ നടപടി അറിഞ്ഞതിന് ശേഷം ആണ് അത്തരത്തിൽ കടക്കുക എന്നത്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെ പ്രതിഷേധങ്ങളുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിനെതിരെ ഇതൊരു വലിയ ആയുധമായിട്ട് വരും ദിവസങ്ങളിൽ ഇത് UDF ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നിർദ്ദിഷ്ട സമയപരിധിക്ക് അപ്പുറത്തേക്ക് ദേശീയപാതയുടെ നിർമ്മാണം ഇനി നീളാൻ പോവുകയാണ്. അതിന് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അതായത് ഏതെല്ലാം മേഖലകളിൽ പൊളിച്ചു പണിയേണ്ടി വരും, ഏതെല്ലാം മേഖലകളിൽ രണ്ടാമത് തുടക്കം മുതൽ നിർമ്മാണം തുടങ്ങേണ്ടി വരും തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ ഹൈവേയുടെ പൂർത്തീകരണത്തിന് കാലതാമസം വരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെല്ലാം അപ്പുറത്ത് മഴക്കാലം വരുന്നു. അതുകൊണ്ട് ആ മഴക്കാലത്ത് നിലവിലുള്ള ഹൈവേയിൽ ഏതെല്ലാം മേഖലകളിൽ എങ്ങനെയെല്ലാം പ്രതിസന്ധികളുണ്ട്. പലയിടത്തും വെള്ളക്കെട്ടുകളുണ്ടാവും, പലയിടത്തും സർവീസ് റോഡുകളിലേക്ക് വെള്ളം ഒഴുകി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, വീടുകളിലേക്ക് വെള്ളം ഒഴുകി പോകുന്ന സാഹചര്യം ഉണ്ടാകും. പലയിടത്തും റോഡുകളിൽ നേരത്തെ കുടിയേടുണ്ടായതുപോലെ സംഭവങ്ങളുടെ സാധ്യത. അപ്പോൾ ഒട്ടനവധി പ്രശ്നങ്ങളാണ് മുന്നിൽ വരാനിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം കേന്ദ്രത്തിനാണെന്ന് മുഖ്യമന്ത്രി ആദ്യമേ പറയുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ ഇത് രാഷ്ട്രീയ ആയുധമാക്കും പ്രതിപക്ഷം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആര്യ, തീർച്ചയായും രാഷ്ട്രീയ പ്രസ്താവനകൾക്കും പ്രതിസന്ധിക്കും അതിനപ്പുറമുള്ള വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ അപ്പുറം അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ കാലവർഷം എത്തുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ പെയ്ത മഴയിൽ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ കാലവർഷം കൂടി എത്തിക്കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്നുള്ളത്, എത്രത്തോളം ദയനീയമാകും സാഹചര്യം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നവമി, ദേശീയപാത അതോറിറ്റി ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും.
കോടതി ഇടപെട്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ. അത്രത്തോളം ഗൗരവതരമായി തന്നെ കോടതി ഈ വിഷയത്തെ നോക്കിക്കാണുന്നുമുണ്ട്. സ്വാഭാവികമായും മണ്ണിനെയും മഴയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് പ്രാഥമികമായ അത്തരത്തിലുള്ള വിലയിരുത്തലായിരിക്കാം ദേശീയപാത അതോറിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുക. പക്ഷേ കോടതി രൂക്ഷമായ വിമർശനം തന്നെ NHAയ്ക്കെതിരെ നടത്താനുള്ള സാധ്യതയല്ലേ മുന്നിലുള്ളത്? ബെഞ്ച് ഈ ഹർജി പരിഗണിക്കുക. ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കൊച്ചിയിലെ റോഡുകളും വെള്ളക്കെട്ടും രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്ന വേളയിലാണ് NHAയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനങ്ങളുടെ ജീവന് ആപത്ത് വരുന്ന രീതിയിലേക്കാണോ ഒരു ദേശീയപാത നിർമ്മാണം കടക്കുന്നത് എന്നൊരു ചോദ്യം ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ്, വിശദീകരണം നൽകുവാനാണ് NHAയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് നൽകുന്ന റിപ്പോർട്ടിൽ പ്രധാനമായും അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു വിശദീകരണം ഉണ്ടാകും. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാലാവസ്ഥയുടെ പ്രതികൂലമായുള്ള ഒരു കാലാവസ്ഥയാണ് ഇങ്ങനെ സംഭവത്തിന് കാരണം. ഈ കോൺട്രാക്ടർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്, കരാറുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വിശദീകരണമായിരിക്കും NHA നൽകുക. അതോടൊപ്പം ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. അവർ അവിടെ എത്തി ഈ ദേശീയപാതയിൽ അപകടമായിട്ടുള്ള രീതിയിൽ എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളൊരു വിശദമായ പഠനം നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയുള്ള ദേശീയപാത നിർമ്മാണത്തിലും കൃത്യമായിട്ടുള്ള ഒരു പരിശോധന തന്നെ ഉണ്ടാകും. അപാകതകൾ പരിഹരിച്ചുള്ള ഒരു ദേശീയപാത നിർമ്മാണമായിരിക്കും ഇനി നടക്കുക എന്നീ വിശദീകരണമായിരിക്കും റിപ്പോർട്ടിൽ സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത്. എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം നമുക്കറിയാം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായി ഇടപെട്ട് സർക്കാരിനെ അല്ലെങ്കിൽ ഇതിന്റെ ആരാണോ ഇതിന് ഉത്തരവാദി അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടും അല്ലെങ്കിൽ വിമർശനമൊക്കെ ഉന്നയിക്കുന്ന ഒരു ബെഞ്ച് കൂടിയാണ് ജസ്റ്റിസിന്റേത്. ആ ഒരു സാഹചര്യത്തിൽ NHAയ്ക്കും രൂക്ഷ വിമർശനം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഒപ്പം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും എന്ത് നടപടിയായിരിക്കും ഉണ്ടാകുക, അതായത് ചിലപ്പോൾ ഈ ഒരു വിഷയം പഠിക്കാൻ അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് വേണ്ടി ഒരു സമിതിയോ നിയോഗിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും 2 മണിയോടുകൂടി എന്താണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നടപടിയെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. തീർച്ചയായും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒപ്പം CV അനുമോദും മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു. ഇത് വടക്കൻ കേരളത്തിലെ മാത്രം ഒരു പ്രതിസന്ധിയല്ല. ദേശീയപാത നിർമ്മാണത്തിൽ പല ഘട്ടത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ ഇത്തരത്തിലുള്ള പല അപകടങ്ങളും വീഴ്ചകളും ഒക്കെ കണ്ടതാണ്. അതിലൊന്നാണ് ആലപ്പുഴയിലേത്. ആലപ്പുഴയിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ ഗർഡറുകൾ തകർന്നു വീണത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും ആ വാർത്ത. ഇത്തരത്തിൽ തകർന്നു വീണപ്പോൾ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ അന്ന് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം പക്ഷേ പാഴ്വാക്കായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ ഭരണകൂടം നൽകിയ കത്ത് പൊതുമരാമത്ത് വകുപ്പ് അവഗണിച്ചു. ആലപ്പുഴയ്ക്ക് പുറമെ മലപ്പുറത്തും റോഡ് തകർന്നതോടെ നിർമ്മാണ പ്രവൃത്തിയിൽ പങ്കില്ലെന്ന് പറഞ്ഞു ഒഴിയുകയാണ് സംസ്ഥാന സർക്കാർ. ഇതോടെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാനത്തിന് ഇല്ലേ എന്ന ചോദ്യവും ഉയരുകയാണ്. ശരണ്യ സ്നേഹജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആ റിപ്പോർട്ടിലേക്ക് നമുക്ക് എത്താം. ശരണ്യ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് ഇപ്പോൾ തത്സമയം. ശരണ്യ, ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് എങ്ങനെ കൈയൊഴിയാൻ കഴിയും സംസ്ഥാന സർക്കാരിന് എന്നുള്ള വലിയ ചോദ്യം നിൽക്കുകയാണ്. ഈ ആലപ്പുഴയിൽ ഗർഡറുകൾ തകർന്നു വീണപ്പോൾ അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷേ അത് എവിടെയും എത്തിയില്ല. അന്വേഷണത്തിന് വേണ്ട വിധത്തിലുള്ള ഒരു ഗൗരവവും സംസ്ഥാന സർക്കാർ നൽകിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലേ? തീർച്ചയായിട്ടും ആര്യ, അതായത് ആലപ്പുഴയിൽ ഇത്തരത്തിൽ ഗർഡറുകൾ തകർന്ന സംഭവം ഉണ്ടായപ്പോൾ അന്ന് ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി ഇത് അന്വേഷിക്കണമെന്ന് ജില്ലാ ഭരണകൂടം പൊതുമരാമത്ത് വകുപ്പിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ ആ കത്ത് പൂർണ്ണമായി അവഗണിക്കുകയാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ കോഴിക്കോട് NITയിലെ വിദഗ്ധർ ഇത് പരിശോധിക്കുമെന്നും അവരുടെ ഒരു റിപ്പോർട്ട് തയ്യാറാകുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നു. അവർ പരിശോധനയ്ക്ക് വരുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അത് നടന്നില്ല എന്നത് മാത്രമല്ല, ജില്ലാ ഭരണകൂടം ഇത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് പൊതുമരാമത്ത് വകുപ്പ് തള്ളുകയായിരുന്നു. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 4 ഗർഡറുകളാണ് നിലംപൊത്തിയത്. അതായത് 74 ടൺ വീതം ഭാരമുള്ള ഭീമാകാരന്മാരായ ഗർഡറുകളാണ് ആലപ്പുഴയിൽ നിലംപൊത്തിയത്. അത് ആലപ്പുഴയിലെ ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലത്തായിരുന്നു. ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന് വിജയ പാർക്കിന്റെ ആ ഭാഗത്തായിരുന്നു
ഞായറാഴ്ചയായിരുന്നു ഒരു അപകടം നടന്നിരുന്നെങ്കിൽ വലിയ മരണം ഉൾപ്പെടെ വലിയ അപകടം അവിടെ സംഭവിച്ചേനെ. എന്തായാലും എല്ലാവരുടെയും ഭാഗ്യം കൊണ്ട് അത്തരം ഒരു സംഭവം അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു അപകടം നടന്ന ഘട്ടത്തിൽ ഇതിന്റെ ഈ തൊഴിലാളികളുടെ മാത്രം പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് NHI അതിനെ കണ്ടത്. ആ ഗർഡറുകൾ സ്ഥാപിച്ചപ്പോൾ അതിന്റെ പ്ലാങ്ക് തടികൾ ഇളക്കി മാറ്റിയപ്പോൾ ഉണ്ടായ അപാകതയാണ് എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. പക്ഷെ 7 ദിവസം കഴിഞ്ഞിട്ടും ആ ഗർഡറുകൾ എങ്ങനെയാണ് വീണത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വ്യക്തത വരുത്താനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ടിലേക്ക് പോകാനോ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, തൊഴിലാളികളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ദേശീയപാത വിഭാഗം ആ കരാറുകാർ ഉൾപ്പെടെ അതിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഈ സംഭവം നടന്നതിന് പിറ്റേ ദിവസം മുതൽ തന്നെ ആ സ്പോട്ടിൽ നിന്നും ഇതിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവർ ആരംഭിച്ചിരുന്നു. അതായത് ഈ ഗർഡറുകൾക്കുള്ളിൽ കൂടി കടന്നു പോകുന്ന ടെൻഷൻ ടേബിളിന്റെ സ്ട്രെച്ചിങ് കേബിളിന്റെ പ്രശ്നമുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അപകടം സംഭവിക്കാം എന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. മാത്രമല്ല, നമുക്ക് ആലപ്പുഴ കൊല്ലം ബൈപ്പാസുകൾ പണിത ദേശീയപാത വിഭാഗത്തോട് ചേർന്ന് ഒരു സ്പെഷ്യൽ ടീം തന്നെ NHIയുമായി ചേർന്ന് പ്രവർത്തിച്ച നമ്മുടെ സംസ്ഥാന PWD ഉണ്ടായിരുന്നു. ആ ഒരു ടീമിനെ പോലും ഇതിന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ വേണ്ടി അവരെ പ്രയോജനപ്പെടുത്താൻ കഴിയുമായിരുന്നിട്ട് പോലും അത്തരമൊരു സാഹചര്യത്തെ പൊതുമരാമത്ത് വകുപ്പ് ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ല, ഇതിന്റെ പ്രശ്നങ്ങൾ ഈ തലവേദനകൾ തങ്ങളുടെ തലയിലേക്ക് എടുത്തു വെക്കേണ്ടതില്ല എന്നുള്ള ഒരു രക്ഷപ്പെടുന്ന രീതിയിലുള്ള ഒരു നിലപാടായിരുന്നു കൈക്കൊണ്ടത്. ഇപ്പോൾ ആലപ്പുഴയ്ക്ക് പുറമെ മലപ്പുറവും സംഭവിച്ചിരിക്കുന്നു. ജനങ്ങളുടെ, അതായത് റോഡ് പണി കേന്ദ്ര സർക്കാരിൻ്റെതാണ് എന്ന് പറഞ്ഞൊഴിയുന്ന സംസ്ഥാന സർക്കാരിന് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നുകൂടി ഉള്ള ഒളിച്ചോടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ശരി, ശരണ്യ സ്നേഹജനാണ് വിശദാംശങ്ങൾ നൽകിയത്. നിർമ്മാണത്തിനിടെ ദേശീയപാത തകർന്നതിന്റെ ഉത്തരവാദിത്തം കേന്ദ്രത്തിന് മേൽ ചാരി വെച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഭൂമി ഏറ്റെടുക്കലായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രധാന കടമയെന്നും നിർമ്മാണ ചുമതല കേന്ദ്രത്തിലായിരുന്നുവെന്നുമാണ് വിശദീകരണം. അതേസമയം പദ്ധതിയിലെ സംസ്ഥാനത്തിന്റെ പങ്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളും തുടരും. അഭിമാന പദ്ധതികളിലൊന്നായി സംസ്ഥാന സർക്കാർ കാണുന്നതാണ് ദേശീയപാത വികസനം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണനേട്ടമായി ഉയർത്തിക്കാട്ടാനിരുന്ന പദ്ധതി. പുതിയ ദേശീയപാതയിലൂടെ ഒരിക്കലെങ്കിലും യാത്ര ചെയ്ത ആരും വോട്ട് മാറ്റി ചെയ്യില്ലെന്നായിരുന്നു ആത്മവിശ്വാസം. അതാണ് മൂരിയാട് തകർന്നു വീണത്. സർക്കാർ വാർഷികത്തിന്റെ തലേ ദിവസമുണ്ടായ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ആദ്യമൊന്ന് പതറി. പിന്നെ നിർമ്മാണ ചുമതലയുള്ള ദേശീയപാത അതോറിറ്റിയും കേന്ദ്രവും തന്നെയാണ് തകർച്ചയ്ക്ക് മറുപടി പറയേണ്ടതെന്ന നിലപാടെടുത്തു. നാഷണൽ ഹൈവേ എന്നത് നിർമ്മിക്കുന്നത് മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പൈ അതിൽ ചെലവില്ല. ഭൂമി ഏറ്റെടുത്തു കൊടുക്കുക മാത്രമേ വേണ്ടൂ. ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ പണം നാഷണൽ ഹൈവേ അതോറിറ്റി നൽകും. നമ്മൾ ഏറ്റെടുത്തു കൊടുക്കേണ്ട ചുമതല മാത്രമേ വഹിക്കേണ്ടതുള്ളൂ. എന്നാൽ പദ്ധതിയിൽ ഇടത് സർക്കാരിന്റെ നിർണായക റോൾ ഓർമ്മിപ്പിക്കാനും ശ്രമമുണ്ട്. തകർച്ചയുടെ ഉത്തരവാദിത്വം BJP ഏറ്റെടുക്കും. ഒരു നിബന്ധന മാത്രം: പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ ആരും വരരുത്. അതിന്റെ ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്താണ് ചെയ്യേണ്ടത്? അവിടെ പാലമാണോ, വേറെ എന്താണ് ചെയ്യേണ്ടത്? ഒരു സ്ട്രക്ചറൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ അദ്ദേഹം ഒരു 100% കമ്മിറ്റ്മെന്റ് തന്നിട്ടുണ്ട്. കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും ഒരുപോലെ അടിക്കാൻ കിട്ടിയ വടിയായാണ് ഇതിനെ പ്രതിപക്ഷം കാണുന്നത്. പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മത്സരിച്ചവർ തകർച്ചയ്ക്കും സമാധാനം പറയണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ ഒരു സമഗ്ര കവറേജ്, ഈ സ്പെഷ്യൽ ഫോക്കസ്, ഇന്നത്തെ ഒരു വാർത്താ ദിനം മുഴുവൻ ന്യൂസ് 18 കേരളത്തിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം. മറ്റു വാർത്തകളിലേക്ക് കൂടി. എറണാകുളം മൂഴിക്കുളത്ത് താൻ പുഴയിൽ എറിഞ്ഞു കൊന്ന മകൾ അച്ഛന്റെ അടുത്ത ബന്ധുവിൽ നിന്ന് ലൈംഗിക പീഡനത്തിന് ഇരയായതായി അറിയില്ലായിരുന്നുവെന്ന് അമ്മയുടെ മൊഴി. കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് കുഞ്ഞിന്റെ അമ്മയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കുട്ടിയുടെ അച്ഛൻ തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങിയതും കുട്ടിയെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചതും കൊലപാതകത്തിന് പ്രേരണയായി എന്നാണ് അവർ മൊഴി നൽകിയത്. കേസിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചു. കുട്ടി പീഡനത്തിന് ഇരയായ കേസും 22 അംഗ സംഘം അന്വേഷിക്കും. കുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആജ്ഞ,
കേരളത്തെ ഒന്നാകെ ലജ്ജിപ്പിച്ച കേസാണ്. അതിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അമ്മയുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന മൊഴി അത് എത്രത്തോളം പോലീസ് മുഖവിലേക്ക് എടുക്കുന്നുണ്ട്? എന്തിനീ കൊലപാതകം ചെയ്തു എന്നതിന് കൃത്യമായ ഒരു ഉത്തരം അമ്മ ഇപ്പോഴും നൽകുന്നില്ല എന്നത് തന്നെയല്ലേ സാഹചര്യം? തീർച്ചയായും ആര്യ, കാരണം ഈ കൊലപാതകം നടന്നത് മുതൽ ഇങ്ങോട്ട് അമ്മയുടെ ഈ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട്. കാരണം അതുമായി കൃത്യമായി അവർ സഹകരിക്കുന്നുണ്ട് ചോദ്യം ചെയ്യലുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അമ്മയുടെ മൊഴിയെ അങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എവിഡന്റും അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. അത്തരത്തിൽ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന മൊഴിയൊന്നും അവരിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമാണ് കുഞ്ഞ് പീഡനത്തിന് ഇരയായി എന്നുള്ള വാർത്തകൾ വരുന്നത്, എന്നുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നത്. അതിനുശേഷം വീണ്ടും ഇന്നലെയാണ് അമ്മയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ വീണ്ടും ലഭിച്ചത്. അതേസമയം കുഞ്ഞിനെ പീഡിപ്പിച്ച കാര്യം തനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ള തരത്തിലാണ് അമ്മയുടെ പ്രതികരണം വന്നത്. അത് മാത്രമല്ല, കുഞ്ഞിനെ കൊല്ലാനുള്ളതിലേക്ക് നയിച്ച സാഹചര്യമെന്ന് അമ്മ പറയുന്നത് അച്ഛൻ മറ്റൊരു വിവാഹം കഴിക്കാൻ ശ്രമിച്ചിരുന്നു. അത് നേരത്തെയും നമ്മൾ തന്നെ കുഞ്ഞിന്റെ ഫ്യൂണറലുമായി ബന്ധപ്പെട്ട അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അവൾക്ക് എന്നെ സംശയമാണ്, ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് വഴക്കുണ്ടാക്കുമായിരുന്നു. അതേസമയം കുഞ്ഞിനെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു. ഈ രണ്ട് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അമ്മ ഇപ്പോൾ കുഞ്ഞിനെ കൊല്ലാനുണ്ടായ സാഹചര്യത്തെ പറ്റി വിശദീകരിക്കുന്നത്. അങ്ങനെയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം മുതൽ ഈ പീഡനത്തിന്റെ വിവരം അമ്മയ്ക്ക് അറിവുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിലായിരുന്നു പോലീസിനായാലും നമുക്കായാലും അത്തരത്തിലൊരു സംശയം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ്. അമ്മ അറിവോടുകൂടിയാണോ ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. കാരണം ഇപ്പോൾ SIT വിപുലീകരിച്ചിട്ടുണ്ട്. 22 അംഗ SIT ആണ്, അന്വേഷണ സംഘമാണുള്ളത്. അത് ആലുവ റൂറൽ SP M ഹേമലതയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണ സംഘം പ്രവർത്തിക്കുക. അതുപോലെ തന്നെ 2 DYSPമാർ, ഒന്ന് പുത്തൻകുരിശ് DYSPയും അതുപോലെ ആലുവ DYSP TR രാജേഷും, ഈ 2 പേരുടെയും നേതൃത്വത്തിലായിരിക്കും അന്വേഷണ സംഘം. ഇവർക്ക് 2 ആൾക്കുമായിരിക്കും ചുമതല ഉണ്ടാവുക. ഇങ്ങനെ സൈബർ സെൽ ഉദ്യോഗസ്ഥരും ഈ അന്വേഷണ സംഘത്തിലുണ്ട്. അമ്മയുടെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. അതായത് 3:30 മണി മുതലാണ് കുഞ്ഞിനെ ദിവസം, അതായത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ദിവസം 3:30 മണിക്കാണ് അംഗൻവാടിയിൽ നിന്നും കുഞ്ഞിനെ കൂട്ടി അമ്മ എത്തി ഈ മൂഴിക്കുളം പാലത്തിൽ നിന്നും പുഴയിലേക്ക് തള്ളിയിടുന്നത്. അപ്പോഴാണ് ഈ 2.5 മണിക്കൂർ എന്ത് സംഭവിച്ചു. അമ്മയുടെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമുണ്ട്. അത് ഓൾറെഡി സൈബർ സെൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച ആൾ, കുഞ്ഞിന്റെ ചെറിയച്ഛൻ, അയാൾ റിമാൻഡിലാണ്. കസ്റ്റഡി അപേക്ഷ ചോദ്യം ചെയ്യലിന് വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ സമാന്തരമായ അയാളെ കൂടി ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് പോലീസ് കരുതുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ കുഞ്ഞിനെ കൊല്ലാനുള്ള മോട്ടീവ് എന്തായിരുന്നു എന്ന് തന്നെയാണ് ഈ പോലീസിന്റെ ആത്യന്തികമായി കണ്ടെത്തേണ്ടുന്ന ലക്ഷ്യം. അത് തന്നെയായിരുന്നു. കുഞ്ഞിനെ കൊല്ലാനുണ്ടായ സാഹചര്യം എന്താണ്, അതിന് ഇപ്പോഴും അമ്മ വ്യക്തത വരുത്തുന്നില്ല. അമ്മ പറയുന്നത് ഭർത്താവ് വേറൊരു കല്യാണം കഴിക്കാൻ പോകുന്നു, അതിൽ കുഞ്ഞിനെ തന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ അമ്മയ്ക്ക് കുഞ്ഞിനെ കൊല്ലാനുള്ള ഒരു മോട്ടീവ് ആകുമോ എന്നുള്ള കാര്യത്തിൽ പോലീസിനും സംശയമുണ്ട്. അതോ കഴിഞ്ഞ ദിവസം പോലീസ് തന്നെ ഒരു സാഹചര്യം വിവരിച്ചതുപോലെ നമ്മൾ മാധ്യമങ്ങളെല്ലാം അത് ചർച്ച ചെയ്തതാണ്. സോഷ്യൽ മീഡിയകളിലൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. കാരണം നിരന്തര പീഡനത്തിനാണ് കുഞ്ഞ് ഇരയായതെന്ന് പറയുന്നുണ്ട്. 2 വയസ്സ് മുതൽ കുഞ്ഞ് പീഡനത്തിന് ഇരയായത്. അതായത് 3.5 വയസ്സേ ഉള്ളൂ. അതിന് കഴിഞ്ഞ 1.5 വർഷമായി നിരന്തരമായി അയാൾ ക്രൂരമായി കുഞ്ഞിനെ പീഡിപ്പിക്കുകയാണ്. പ്രകൃതി വിരുദ്ധ പീഡനമുണ്ട്. കുഞ്ഞിന്റെ ആന്തരിക അവയവങ്ങളിലൊക്കെ മുറിവുണ്ട്. ഇങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് അത്തരമൊരു സാഹചര്യം അമ്മ അറിയാതെ പോകുമോ എന്നൊരു ചോദ്യം കൂടി ഇതിനകത്ത് ബാക്കിയാകുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് ആദ്യഘട്ടത്തിൽ അമ്മ ഒരു മൊഴി നൽകിയെന്ന്. ആ മൊഴിയിൽ ഉറച്ചു തന്നെയാണ് അന്വേഷണം ഇപ്പോഴും പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അമ്മ നിരന്തരം ഈ മൊഴി മാറ്റി പറയുന്ന ഒരു അവസ്ഥ കൂടിയുള്ളത് പോലീസിനെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ആര്യ, തീർച്ചയായും. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഭീകരതയുടെ ഇരയെയും വേട്ടക്കാരനെയും തുലനം ചെയ്യാനാകില്ലെന്ന വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരുപോലെ കാണുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ നിലപാടിനോടുമാണ് വിദേശകാര്യ സെക്രട്ടറിയുടെ മറുപടി. പാക് ഭീകരത തുറന്നു കാട്ടാനുള്ള ഇന്ത്യയുടെ ദൌത്യത്തിന് ലോകരാജ്യങ്ങളുടെ പിന്തുണ ഏറുകയാണ്. കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം മോസ്കോയിലെത്തി.
സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള സംഘം ടോക്കിയോയിൽ വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാരുമായി നയതന്ത്ര പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തി. ശശി തരൂർ അടക്കമുള്ള സംഘങ്ങളുമായി വിദേശകാര്യ സെക്രട്ടറി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ER, ഗുഡ് മോർണിംഗ്. പാകിസ്ഥാന്റെ ഭീകരമുഖം അത് ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടാനുള്ള ഇന്ത്യയുടെ ദൌത്യം അത് തുടരുകയാണ്. അതിനിടയിൽ ട്രംപിനിട്ട് അല്ലെങ്കിൽ സമാനമായ നിലപാട് കൈക്കൊള്ളുന്ന ലോക നേതാക്കൾക്കിട്ടൊരു ചുട്ട അടികൂടി നൽകുന്നുണ്ട് വിദേശകാര്യ സെക്രട്ടറി, അല്ലേ? ആര്യ, റൈസീന ടോക്കിയോ ഉച്ചകോടിയിലാണ് വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയുടെ നിലപാട് ഊന്നി പറഞ്ഞത്. കാരണം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത് പഹൽഗാമിൽ 26 പേരെ കൂട്ടക്കൊല ചെയ്തതിനുള്ള മറുപടി എന്ന നിലയിലാണ്. പ്രത്യേകിച്ച് ഭീകര താവളങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. പക്ഷേ പല ലോകരാജ്യങ്ങളുടെയും നിലപാട് പലപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനെയും ഒരേപോലെ കാണുന്നതായിരുന്നു. പ്രത്യേകിച്ച് ട്രംപിന്റെ വാക്കുകളെടുക്കുകയാണെങ്കിൽ 2 ഗ്രേറ്റ് നേഷൻസ് എന്ന പ്രതികരണമാണ് ട്രംപ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വേണം ഏതായാലും വിദേശകാര്യ സെക്രട്ടറിയുടെ പ്രതികരണത്തെ കാണാൻ. പ്രത്യേകിച്ച് ഭീകരതയ്ക്ക് അതിരില്ല, അത് എല്ലാ ലോകത്തെ ഒന്നടങ്കം ബാധിക്കും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരം നിലപാട് കൈക്കൊള്ളരുത്, 2 തരത്തിൽ തന്നെ കാണണം എന്നാണ് ഏതായാലും വിദേശകാര്യ സെക്രട്ടറി സൂചിപ്പിക്കുകയും ചെയ്തത്. ഒപ്പം ജപ്പാൻ ഈ വിഷയത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സംഘം, സഞ്ജയ് ഝാ നേതൃത്വം നൽകുന്ന സംഘം ജപ്പാനിലുണ്ട്. ഒപ്പം തന്നെ വിദേശകാര്യ സെക്രട്ടറിയും കൂടി ജപ്പാന്റെ നിലപാടിന് അല്ലെങ്കിൽ അവരുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ദൗത്യം ഏതായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ സംഘം മോസ്കോയിൽ എത്തിയിട്ടുണ്ട്. കനിമൊഴി നേതൃത്വം നൽകുന്ന സംഘമാണ് ഇപ്പോൾ മോസ്കോയിൽ എത്തിയിട്ടുള്ളത്. അവിടെ ഇന്ത്യൻ അംബാസഡർ അടക്കമുള്ള അവരെ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും ലോകരാജ്യങ്ങളുടെ വലിയ പിന്തുണ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ 2 നിർണായക കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു. ഒന്ന്, ജപ്പാൻ വിദേശകാര്യ സെക്രട്ടറിയുമായാണ് കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത്, സഞ്ജയ് ഝാ നേതൃത്വം നൽകുന്ന സംഘം. അതിൽ ജപ്പാൻ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു. UAE-യും ഇത്തരത്തിൽ ഭീകരവാദത്തിന് മതമില്ല, അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഏതായാലും റഷ്യയിൽ നിർണായക കൂടിക്കാഴ്ച നടക്കാൻ പോവുകയാണ്. ഒപ്പം തന്നെ വിദേശകാര്യ സെക്രട്ടറി 4 സംഘങ്ങളുമായി, ഇന്ത്യയുടെ 7 സംഘങ്ങളിൽ 4 സംഘങ്ങളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കണമെന്ന് അവരെ ബോധിപ്പിക്കുകയും ചെയ്യും. നാളെയാണ് ഏതായാലും ശശി തരൂർ, രവിശങ്കർ പ്രസാദ്, സുപ്രിയ സുലെ തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന സംഘം യാത്ര തിരിക്കുന്നത്. US അടക്കമുള്ള രാജ്യങ്ങളിലാണ് ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം ഏതായാലും സന്ദർശനം നടത്താൻ പോകുന്നത്. ആര്യ, തീർച്ചയായും ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കനിമൊഴിയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് to reach out to Russia when we have been facing terror attacks time and again, and we've lost 26 lives in India. So the government of India and the Prime Minister have decided that MPs from across the country from different parties have been sent to represent the Indian stand on against terrorism and explain our position to the world. So as a part of these delegations which are being sent, one delegation has been sent to Russia, and I've been given the opportunity to head it along with the MPs from Lok Sabha and the Rajya Sabha to meet people from politics and the think tanks, opinion makers here, and explain the Indian stand. ദൌത്യസംഘത്തിന്റെ ഭാഗമായ കനിമൊഴിയും സംഘവും ഇപ്പോൾ മോസ്കോയിലാണ് ഉള്ളത്. ഇതിനിടെ ചർച്ചയാകുന്നത് കോൺഗ്രസ് പുറത്തുവിട്ട ഒരു വീഡിയോയാണ്. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് കോൺഗ്രസ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. നരേന്ദ്രമോദിയെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉപദേശിക്കുന്ന തരത്തിലാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. വിജയം വെറും 2 ചുവട് അകലെയായിരുന്നു. പെട്ടെന്ന് നിർത്താൻ പാടില്ലായിരുന്നു. ഇത് തല കുനിക്കേണ്ട സമയമല്ല. അമേരിക്കയെ ഭയപ്പെടേണ്ട എന്നും ഈ സന്ദേശത്തിലുണ്ട്. താൻ പാകിസ്ഥാനെ 2ആയി മുറിച്ചു. അമേരിക്ക വന്നു, പക്ഷേ പേടിയായിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിക്കാനോ തങ്ങളെ ഭീഷണിപ്പെടുത്താനോ അമേരിക്ക ആരാണെന്നും വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്. अरे नरेंद्र, झुकना नहीं था। पक्ष विपक्ष को साथ में लेकर, पूरी बाजी हाथ में लेकर सेना पूरे बल से लड़ी हो, बस 2 कदम पे जीत खड़ी हो।
लेकिन जब मौका आ जाए तभी अचानक रुकना नहीं था। अरे नरेंद्र, झुकना नहीं था। पाकिस्तान को काट दिया था, 2 टुकड़ों में बांट दिया था। तब भी अमेरिका आया था, मुझको भी डर दिखलाया था। मैंने उनकी एक ना मानी। मेरे खून में रुकना नहीं था। अरे नरेंद्र, झुकना नहीं था। युद्ध विराम कराने वाला या हमको धमकाने वाला अमेरिका होता ही कौन है? कायर वही जो रहे मौन है। तुमको भी डोनाल्ड मित्र से डरना नहीं था, रुकना नहीं था। अरे नरेंद्र, झुकना नहीं था। अरे नरेंद्र, झुकना नहीं था। ഈ രൂക്ഷമായ വിമർശനത്തോട് BJP ഇനി എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് ഇടക്കാല വിധി പറഞ്ഞേക്കും. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് എന്നിവരുടെ ബെഞ്ചാണ് വിധി പറയുക. 3 ദിവസം തുടർച്ചയായി ശക്തമായ വാദമുഖങ്ങളാണ് ഇരുപക്ഷവും ഉയർത്തിയത്. വഖഫ് ഭേദഗതി നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധതയില്ലെന്നായിരുന്നു സുപ്രീംകോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ വാദം. എന്നാൽ ശവസംസ്കാരത്തിനായി 200 വർഷം മുൻപ് സർക്കാർ വിട്ടു നൽകിയ ഭൂമി എങ്ങനെ തിരിച്ചെടുക്കാനാകുമെന്ന ചോദ്യമാണ് ഹർജിക്കാർ ഉന്നയിച്ചത്. അമേരിക്കയിലുള്ള വിദേശ വിദ്യാർത്ഥികളുടെ വിസ സ്റ്റാറ്റസ് റദ്ദാക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി തടഞ്ഞ് കോടതി. വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് തടവിൽ വെക്കുന്നതിനും സ്റ്റേയുണ്ട്. US ഫെഡറൽ കോടതിയുടേതാണ് നടപടി. ഹാർവാർഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം വിലക്കിക്കൊണ്ടാണ് ട്രംപ് ഭരണകൂടം ഉത്തരവ് പുറപ്പെടുവിച്ചത്. നിലവിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾ വേറെ സർവകലാശാലകളിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം. അല്ലാത്ത പക്ഷം അവരുടെ വിസ റദ്ദ് ചെയ്യുമെന്നാണ് ട്രംപ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഇതിനെതിരെയാണ് കോടതി നടപടി. ഹാർവാർഡ് സർവകലാശാലയിലെ മൊത്തം വിദ്യാർത്ഥികളിൽ 27% പേരും 140ഓളം രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അമേരിക്ക ഇറാൻ ആണവ വിഷയവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ച ഇന്ന് റോമിൽ നടക്കും. മധ്യസ്ഥത വഹിക്കുന്ന ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദി ചർച്ച സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണത്തെ ചൊല്ലിയുള്ള ഇരുപക്ഷത്തിന്റെയും അഭിപ്രായ വ്യത്യാസം തുടരുന്നതിനിടയിലാണ് 5ാം ഘട്ട ചർച്ച എന്നതാണ് ശ്രദ്ധേയം. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ച് വാഷിംഗ്ടണും തെഹ്റാനും ദിവസങ്ങൾക്ക് മുമ്പ് പരസ്പര വിരുദ്ധ നിലപാടുകളാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ തങ്ങളുടെ ആണവ പരിപാടി കുറയ്ക്കുക മാത്രമല്ല യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തണമെന്നുമാണ് US മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാൽ സിവിലിയൻ ആവശ്യങ്ങൾക്കായി സമ്പുഷ്ടീകരണവുമായി മുന്നോട്ടു പോകുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. ആകാശ ചുഴിയിൽപ്പെട്ട ഇൻഡിഗോ വിമാനത്തിന് പാകിസ്ഥാൻ വ്യോമപാത ഉപയോഗിക്കാൻ അനുമതി നിഷേധിച്ചു. ബുധനാഴ്ച ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പറന്ന ഇൻഡിഗോയുടെ 6E2142 വിമാനത്തിനാണ് അടിയന്തര ലാൻഡിംഗിന് അനുമതി നിഷേധിച്ചത്. 227 യാത്രക്കാരുമായി പറന്ന വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട് ആടി ഉലഞ്ഞിരുന്നു. പരിഭ്രാന്തരായ യാത്രക്കാർ നിലവിളിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. ഒടുവിൽ വിമാനം ശ്രീനഗർ വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. ഇടച്ചകളും തേടി ഒരു യാത്ര പോയാലോ? അതും ഇടുക്കിയിലെ ചതുരംഗപ്പാറയിലേക്ക്. കാണാം തമിഴ്നാടൻ കാർഷിക ഗ്രാമങ്ങളുടെ വിദൂര കാഴ്ച സമ്മാനിക്കുന്ന ചതുരംഗപ്പാറയുടെ വിശേഷങ്ങൾ. സദാസമയം വീശിയടിക്കുന്ന തണുത്ത കാറ്റ്, മലമുകളിൽ കാറ്റിനെ തടഞ്ഞു നിൽക്കുന്ന കാറ്റാടികൾ, താഴ്വാരത്തിലെ കൃഷിയിടങ്ങൾ, ചെങ്കുത്തായ മലനിരകൾ, അങ്ങനെ കാഴ്ചകൾ ഏറെയുണ്ട് ചതുരംഗപ്പാറയിൽ. ഏലമലക്കാടുകളിൽ തമിഴ്നാട് അതിർത്തിയിലാണ് ചതുരംഗപ്പാറ സ്ഥിതി ചെയ്യുന്നത്. മലമുകളിൽ വരെ വാഹനങ്ങളിലെത്താം എന്നതാണ് പ്രദേശത്തിന്റെ മറ്റൊരു സവിശേഷത. ട്രെക്കിങ്ങിനും അനുയോജ്യം. കുത്തനെയുള്ള കയറ്റമാണെങ്കിലും കാറ്റിന്റെ സാന്നിധ്യം മൂലം അധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല. കള്ളിപ്പാറ മലയിൽ നിന്ന് ചതുരംഗപ്പാറയിലേക്ക് ജീപ്പ് സഫാരിയുമുണ്ട്. ഏലമലകളുടെയും തമിഴ്നാടൻ കൃഷിയിടങ്ങളുടെയും കാഴ്ച ആസ്വദിച്ച് ജീപ്പിൽ യാത്ര ചെയ്യാം. ചാരപ്പാറ വ്യൂ പോയിന്റാണ്. ഇപ്പുറത്ത് പോയാൽ കള്ളിപ്പാറയാണ്, ഇപ്പുറത്ത് പോയാൽ ചാരപ്പാറയാണ്. നമ്മൾ തമിഴ്നാടാണ്. വേറെ ആൾക്കാർ, ഒട്ടേറെ ആൾക്കാർ KSRTC ഉല്ലാസയാത്രയായിട്ട് ഇഷ്ടംപോലെ KSRTC വരുന്നുണ്ട്. ഇന്നും പറവം ബസ് ഉണ്ടായിരുന്നു, ആലുവ ബസ് ഉണ്ടായിരുന്നു, പാലക്കാട് ഉണ്ടായിരുന്നു, തിരുവനന്തപുരം KSRTC ഉണ്ടായിരുന്നു. നമ്മൾ പാക്കറ്റായിട്ട് എടുക്കുന്നതാണ്. ഒരാൾക്ക് 150 രൂപ വെച്ച് 2 പോയിന്റ് കാണിച്ച് 1 മണിക്കൂർ വെയിറ്റിംഗ് ചെയ്യും, തിരിച്ചു കൊടുക്കണം നടക്കുന്നു. അതുകൊണ്ട് സഞ്ചാരികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്.
കുറച്ചു വർഷങ്ങൾക്കിടെ ഇടുക്കിയുടെ അതിർത്തി മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണമായി ചതുരംഗപ്പാറ മാറി. KSRTCയുടെ ഉല്ലാസയാത്രയടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. മൂന്നാറിൽ നിന്ന് തേക്കടിയിലേക്ക് പോകുന്നവരും ചതുരംഗപ്പാറയുടെ സൗന്ദര്യം ആസ്വദിച്ചാണ് യാത്ര തുടരുക. ന്യൂസ് 18 ഇടുക്കി. ഓർത്തഡോക്സ് സഭാ സുന്നഹദോസ് യോഗം ഇന്ന് കോട്ടയത്ത് ചേരും. സഭാ നേതൃത്വത്തെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്ന അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ സക്രിയ മാർ അപ്രേ മെത്രോപൊലീത്തയ്ക്കെതിരെ ഇന്ന് നടപടിയുണ്ടായേക്കും. ഓറിയന്റൽ സഭകളുമായി ബന്ധപ്പെട്ട വിവാദവും സുന്നഹദോസിൽ ചർച്ചയാകും. യാക്കോബായ സഭയ്ക്ക് അനുകൂലമായ മിഡിൽ ഈസ്റ്റ് സഭകളുടെ നിലപാട് തള്ളി ഓറിയന്റൽ ഓർത്തഡോക്സ് കൂട്ടായ്മയിലെ മറ്റ് സഭകൾ രംഗത്ത് വന്നിരുന്നു. ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, സഭയ്ക്കെതിരെ സംസാരിച്ചുകൊണ്ട് രംഗത്തെത്തിയ മെത്രാപൊലീത്തയ്ക്കെതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്? ആര്യ, ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ തന്നെയാണ് സാധ്യത. കാരണം സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് പള്ളികൾ തങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കാൻ ഓർത്തഡോക്സ് സഭ നേതൃത്വം വലിയ സമ്മർദ്ദം സർക്കാരിന് മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് സഭയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മെത്രാപൊലീത്ത ഈ രീതി ശരിയല്ല, ഇത് യേശുവിന്റെ വഴിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് കുറച്ചൊന്നുമല്ല ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുള്ളത്, പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. യാക്കോബായ സഭയ്ക്ക് ഇത് വലിയൊരു ആയുധമാകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിലൊരു കടുത്ത നടപടിയിലേക്ക് തന്നെ പോകണം എന്ന നിലപാട് സഭയ്ക്കുള്ളിൽ രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധ മാർച്ചും സഭാസ്ഥാനത്തേക്ക് കഴിഞ്ഞ ഞായറാഴ്ച നടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ ഏതാണ്ട് 10:30 സഭയുടെ സുന്നഹദോസ് ചേരുന്നത്. എല്ലാ മെത്രാപൊലീത്തമാരും ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായി ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ഒരു പരിധിവരെ ഓർത്തഡോക്സ് സഭയ്ക്ക് ആശ്വാസമാകുന്നത്, കഴിഞ്ഞ ദിവസം പാത്രിയർക്കീസ് ബാബയും ഒപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ ചില ബിഷപ്പുമാരും ചേർന്നുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തിയെന്ന ആരോപണം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയെ പുറത്താക്കി എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ വാർത്ത. രണ്ടാമത്തത്, ഈ സമവായ ശ്രമങ്ങൾക്ക് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ ആകമാനം ശ്രമം നടത്തുന്നു, ചർച്ചയ്ക്ക് ക്ഷണിച്ചു എന്നുള്ളത്. എന്നാൽ ഇത് ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലെ ചില സഭകൾ മാത്രമാണ് ഇതിനെതിരെ രംഗത്ത് വന്നതായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നു എന്നുള്ളതായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ ഒരു വാദം. ആ വാദം ഫലത്തിൽ ശരിവെക്കുന്നതാണ് മറ്റ് ഓർത്തഡോക്സ് സഭകളുടെ നിലപാട്. അവർ വിവിധ വാർത്താക്കുറിപ്പുകളും ഇറക്കിക്കൊണ്ട് ഈ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കൊപ്പമാണ്, അവരുടെ നിലപാടുകൾക്കൊപ്പമാണ് തങ്ങളെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു ആശ്വാസം കൂടി ഇന്നത്തെ സുന്നഹദോസ് ചേരുമ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്കുണ്ട്. എന്തായാലും വൈകുന്നേരത്തോടെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ എന്ത്, തീരുമാനങ്ങൾ എന്ത് എന്ന് നമുക്കറിയാൻ സാധിക്കും. ആര്യ, തീർച്ചയായും ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. സിനിമ താരങ്ങളും രാഷ്ട്രീയക്കാരും വടം വലിച്ചാൽ ആര് വിജയിക്കുമെന്നല്ലേ? കാസർഗോഡ് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച സെലിബ്രിറ്റി വടംവലി മത്സരമാണ് കാണികൾക്ക് ആവേശമായത്. സിനിമാ താരങ്ങളും ജനപ്രതിനിധികളും അടക്കം മത്സരത്തിൽ കൈക്കരുത്ത് തെളിയിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബിനോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ വെൽഫിറ്റ് സ്റ്റേഡിയത്തിലാണ് വാശിയേറിയ വടംവലി മത്സരം നടന്നത്. ഒരു ഭാഗത്ത് കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഉണ്ണിരാജ് ചെറുവത്തൂർ, ഷുക്കൂർ വക്കീൽ, പോലീസ് ഓഫീസറും നടനുമായ സിബി തോമസ് തുടങ്ങി വെള്ളിത്തിരയിലെ മിന്നും താരങ്ങൾ. മറുഭാഗത്താകട്ടെ AKM അഷ്റഫ് MLA നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് ചേർക്കള, CPM ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഹനീഫ എന്നിവരടങ്ങുന്ന രാഷ്ട്രീയ പ്രവർത്തകർ. ആദ്യ വിസിൽ മുഴങ്ങിയതോടെ ഇരുവിഭാഗവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. സിനിമാ താരങ്ങൾ പിടിമുറുക്കി കഴിഞ്ഞ ഒരു വശത്ത് കമ്പയിൽ കൊമ്പ് കോർത്തുകൊണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ആവേശപ്രദമായ ഇവിടെ പ്രസ്തുത പരിസരത്ത് മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ അവസാന റൗണ്ടിൽ സിനിമാ താരങ്ങളെ രാഷ്ട്രീയക്കാർ മലർത്തിയടിച്ചു. ലഹരി മാഫിയ പിടിമുറുക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം വിനോദങ്ങളിലൂടെയാണ് ലഹരി കണ്ടെത്തേണ്ടതെന്ന് കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കായികമായി പലപ്പോഴും പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും പല തിരക്കുകളിലും. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കൂടെ കായിക താരങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ കമ്പപ്പോര് മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും പുതിയ പുതിയ പരിപാടികൾ, കായിക മത്സരങ്ങൾ ഏറ്റെടുത്ത് നടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, അതായത് പ്രത്യേകിച്ച് കാലഘട്ടം എന്ന് പറയുന്നത് ലഹരി മാഫിയ പിടിമുറുക്കുന്ന ഈ കാലത്ത്
കായികം അതുപോലെ തന്നെ കലയോടുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലഹരി ഉണ്ടാവേണ്ടതെന്ന് ഒരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ നൽകുന്നത്. കാസർഗോഡ് പ്രസ് ക്ലബ് ആതിഥ്യമരുളിയ പ്രഥമ സംസ്ഥാന വടംവലി മത്സരത്തിൽ മലപ്പുറം ജില്ല 1ാം സ്ഥാനം നേടി. 2ാം സ്ഥാനം കണ്ണൂർ ജില്ലയും 3ാം സ്ഥാനം സംസ്ഥാന കമ്മിറ്റിയും കരസ്ഥമാക്കി. ജേർണലിസ്റ്റ് വിഭാഗത്തിൽ 8ഉം ഉത്തരമേഖല വടംവലി വിഭാഗത്തിൽ 9 ടീമുകളും പങ്കെടുത്തു. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും ഇനി കാണാം ന്യൂസ് ട്രെൻഡ്സിൽ. KP അഭിലാഷ് ചേരും. നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ 4 വർഷത്തെ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശിപ്പിക്കും. സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിലാണ് പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം. VV അരുൺ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, 1 മാസത്തോളം നീണ്ടുനിന്ന ആഘോഷങ്ങളുടെ സമാപനമാണ് ഇന്ന്. അവിടെ പ്രോഗ്രസ് റിപ്പോർട്ടായിരിക്കും ഹൈലൈറ്റ്, അല്ലേ? അതുതന്നെയാണ് ആര്യ. പ്രോഗ്രസ് റിപ്പോർട്ട് അവതരണം തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ വർഷവും പിണറായി സർക്കാരിന് ശേഷം സർക്കാരിന്റെ പ്രവർത്തനം വിശദമാക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കാറുണ്ട്. സർക്കാർ ഏറ്റെടുത്ത പദ്ധതികൾ അതിൽ എത്രത്തോളം മുന്നോട്ട് പോകാനായി എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഇത്തരം കാര്യങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഈ 4ാം വാർഷികാഘോഷ പരിപാടികൾ. 4 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ 5 വർഷം കൂടി കൂട്ടി 9 വർഷമായാണ് സർക്കാർ അത് കണക്കാക്കുന്നത്. ആ വാർഷികാഘോഷ പരിപാടികളുടെ സമാപനവും ഇന്നാണ്. ഇത് രാവിലെ മറ്റ് 13 ജില്ലകളിലും ഉണ്ടായിരുന്നതുപോലെ ജില്ലയിലെ പൗരപ്രമുഖന്മാരുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച രാവിലെ 10:30 ആരംഭിക്കും. ഉച്ചവർക്ക് 12:30 വരെയാണ് കൂടിക്കാഴ്ച. അതിന് തുടക്കത്തിൽ മുഖ്യമന്ത്രി ഇവരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ ആഘോഷ പരിപാടികൾ വലിയ വിജയമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. മേഖലാ യോഗങ്ങളും ഒക്കെ വലിയ വിജയമായി മാറി. പൊതുസമ്മേളനങ്ങൾ വലിയ ജനപങ്കാളിത്തമുണ്ട്. ഇന്നും സമാനമായ വലിയൊരു റാലി, LDF റാലി ഉണ്ടാകും. പുത്രിക്കണ്ടം മൈതാനത്ത് വൈകിട്ടാണ് മുഖ്യമന്ത്രി പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ഈ വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുക. അതിന് മുന്നോടിയായി ഒരു വലിയ റാലിയും LDF സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 10:30 പൗരപ്രമുഖന്മാരുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച ആരംഭിക്കും. തീർച്ചയായും VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാഷ്ട്രീയ കേരളം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ടിലേക്കായിരിക്കും. മറ്റു വാർത്തകളിലേക്ക്. പാലക്കാട് മലമ്പുഴ എലിവാലിൽ വീണ്ടും പുലി. ജനവാസ മേഖലയിൽ നിന്നും വളർത്തുനായയെ പിടികൂടി. എലിവാൽ സ്വദേശി കൃഷ്ണന്റെ വീട്ടിലാണ് വീണ്ടും പുലിയെത്തി നായയെ പിടികൂടിയത്. കഴിഞ്ഞ 14-ാം തീയതിയും ഇവിടെ പുലിയെത്തി നായയെ പിടികൂടിയിരുന്നു. ഈ വർഷം 4ാം തവണയാണ് കൃഷ്ണന്റെ വീട്ടിൽ പുലി എത്തുന്നത്. നേരത്തെ പുലിയെ പിടികൂടാൻ കൂടി സ്ഥാപിക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. പ്രദേശത്തെ സൗരോർജ്ജ വേലിയും തകർന്ന നിലയിലാണ്. മൂന്നാറിലും വീട്ടുമുറ്റത്ത് പുലിയെത്തി. വളർത്തുനായയെ പുലി കൊണ്ടുപോയി. മൂന്നാർ ദേവികുളം സെൻട്രൽ ഡിവിഷനിൽ ഇന്നലെ പുലർച്ചെയാണ് പുലിയെത്തിയത്. വീട്ടിലെ CCTVയിൽ പുലി നായയെ കടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. വനംവകുപ്പ് പ്രദേശത്ത് തെരച്ചിൽ തുടങ്ങി. പുലി സാന്നിധ്യത്തെ തുടർന്ന് നാട്ടുകാർ ആശങ്കയിലാണ്. ഇനി മലപ്പുറം കാളികാവിലേക്ക് പോയാൽ അവിടെ കടുവയാണ് വില്ലൻ. ആളെക്കൊല്ലി കടുവയ്ക്കായുള്ള ദൌത്യം 7 ദിവസം പിന്നിടുമ്പോൾ കടുവയുടെ സഞ്ചാരപഥം കേന്ദ്രീകരിച്ച് സ്ഥാപിച്ച കൂടുകളിലാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. കടുവ സ്ഥിരമായി കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയ മഞ്ഞൾപ്പാറ, കേരള എസ്റ്റേറ്റ്, ആർത്തല മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മദാരിക്കുണ്ട് ഭാഗത്ത് കൂടും ലൈവ് ക്യാമറയും സ്ഥാപിച്ചു മടങ്ങിയ വനംവകുപ്പ് സംഘത്തെ മുക്കട്ടയിൽ നാട്ടുകാർ തടഞ്ഞിരുന്നു. കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം വേണമെന്നായിരുന്നു ആവശ്യം. ചർച്ചകൾക്കൊടുവിൽ വനംവകുപ്പ് സംഘം പ്രദേശം കേന്ദ്രീകരിച്ച് ഉണ്ടാകുമെന്ന് ഉറപ്പുകൊടുത്താണ് ഉപരോധം അവസാനിപ്പിച്ചത്. ഡെങ്കിപ്പനി ഭീതിയിലാണ് പട്ടാമ്പി. വിവിധ പഞ്ചായത്തുകളിലായി 120ഓളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. പട്ടാമ്പിയിൽ മഞ്ഞപ്പിത്തത്തിന് പുറമെ ഡെങ്കിപ്പനിയും പടർന്നു പിടിക്കുകയാണ്. കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ വിവിധ പഞ്ചായത്തുകളിലായി 120 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഓങ്ങല്ലൂർ, പട്ടാമ്പി, വിളയൂർ എന്നിവിടങ്ങളിലാണ് രോഗവ്യാപനം. മുൻ വർഷങ്ങളിൽ ഡെങ്കു റിപ്പോർട്ട് ചെയ്ത പഞ്ചായത്തുകളാണ് ഈ പഞ്ചായത്തുകളെല്ലാം. അപ്പൊ മുൻ വർഷങ്ങളിൽ ഡെങ്കു വന്ന ആളുകൾക്ക് വീണ്ടും ഡെങ്കു വരുമ്പോൾ മരണ സാധ്യത ഭയങ്കര കൂടുതലാണ്.
അപ്പൊ മരണം സാധാരണഗതിയിൽ ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മാക്സിമം വന്ന് കൗണ്ടൊന്ന് കുറഞ്ഞ് അധിക ആളുകൾ ഇപ്പൊ നമ്മൾ കണ്ടുവന്ന ഏകദേശം 120 കേസുകളും വലിയ പ്രശ്നമില്ലാതെ ഒരാഴ്ച അഡ്മിറ്റൊക്കെ ആയി അസുഖം മാറുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ ഡെങ്കിപ്പനി കാര്യമായി റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളിലാണ് വീണ്ടും രോഗവ്യാപനം. പകർച്ചപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ 2 ദിവസം മുന്നേ 5-6 ആൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ 20, 25, 30 വരെയൊക്കെയുള്ള രീതിയിലേക്ക് ആണ് നമ്മൾ പടർന്നു പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പം നമുക്കത് തീർച്ചയായും ഒരു കോവിഡിനെ നമ്മൾ എങ്ങനെ പ്രതിരോധിച്ചോ അതേപോലെ തന്നെ ഈ വിപത്തിനെയും നമുക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ RRT വളണ്ടിയേഴ്സിനെ സജ്ജരാക്കിയിരിക്കണം. അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം ത്തിലുള്ള ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ സേനകളെയും നമ്മൾ സജ്ജരാക്കി ഇരുത്തിക്കൊണ്ട് ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നും ആരോഗ്യവിഭാഗം അറിയിച്ചു. വരും ദിവസങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ നടപ്പാക്കും. ന്യൂസ് 18 പട്ടാമ്പി. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിൽ കോർപ്പറേഷൻ നൽകിയ റിപ്പോർട്ടിൽ അവ്യക്തതയുണ്ടെന്ന് ജില്ലാ കളക്ടർ. റിപ്പോർട്ട് സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തണം. എന്താണ് തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണമെന്നതിൽ 2 ദിവസത്തിനുള്ളിൽ വ്യക്തത വരുമെന്നും ഉടൻ പരിശോധന പൂർത്തിയാക്കി കെട്ടിടം തുറന്നു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു. ഇപ്പോൾ കുറച്ചൊരു സംശയം എനിക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 1 or 2 ഡേയ്സിൽ ഞാൻ അത് തീർക്കാം. കാരണം മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് കളക്ട് ചെയ്തു, ഫയറും PWD പോലീസും കോർപ്പറേഷൻ്റെ ചില സംശയം എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ പെൻഡിങ് ആണ്. സോ 1 or 2 ഡേയ്സിലേക്ക് തീർക്കാം, ഇന്ന് അല്ലെങ്കിൽ നാളെ. ഇപ്പോൾ 2-3 ഗ്രൂപ്പ്സ് എനിക്ക് കണ്ടു. അവർ പറഞ്ഞത് മാക്സിമമായിട്ട് ഞാനും ശ്രമിക്കുന്നുണ്ട്. അത് ബിൽഡിങ്ങിൻ്റെ സേഫ്റ്റി നോക്കാൻ വേണ്ടി മാത്രം നമുക്ക് ടാർഗറ്റാണ്. ബിൽഡിംഗ് സേഫ് ആണോ ഫോർ ഓക്യുപ്പേഷൻ ഓഫ് ദ കോർപ്പറേഷൻ. നമുക്ക് സൈഡിൽ PWD ബിൽഡിങ്സും പരിശോധിക്കാം. PWD ബിൽഡിങ്സ് പരിശോധനയ്ക്ക് ശേഷം ഞാൻ പറയാൻ പറ്റും ഏതൊരു സേഫ് ആണെങ്കിൽ. നമുക്ക് എല്ലാ ഈ വ്യാപാരി ആൾക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇമീഡിയറ്റ് എല്ലാ ദിവസവും ലോസ് ഉണ്ട്, എനിക്കറിയാം അവർക്ക്. അതെ, സോ അത് നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കോർപ്പറേഷനും PWD ആയിട്ട് ഒരു പരിശോധന വെച്ചിട്ട് ശേഷം മാത്രം സേഫ് ആയിരിക്കും. അവിടെ ഫ്ലെയിമബിൾ മെറ്റീരിയൽ വേറെ പ്രശ്നമാണ്, ഫയർ NOC വേറെയാണ്. പക്ഷേ ഇതും നമുക്ക് പാരലായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ 2 അസോസിയേഷൻ എനിക്ക് കണ്ടത് ഓൾറെഡി അവർ അറിയിച്ചിട്ടുണ്ട്. ഐ എം ഓൾസോ ട്രൈങ് ടു മേക്ക് ഷുവർ ദാറ്റ് ആസ് ഏർലി ആസ് പോസിബിൾ അത് തോർക്കണം. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഐഷത്തുൽ ഷംന കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഷംന, പരക്കെ മഴയാണ്, എങ്ങനെയാണ് അലർട്ടുകൾ? ആര്യ, ഇന്ന് 12 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകൾക്കുമാണ് മുന്നറിയിപ്പുള്ളത്. എന്തായാലും നാളെ കേരളത്തിൽ മൺസൂൺ എത്തുമെന്ന് നേരത്തെ തന്നെ പ്രവചനമുണ്ടായിരുന്നു. മൺസൂൺ എത്തിയാലും ഇത്തവണ ഈ മൺസൂണിന് പുറമെ, അതായത് സാധാരണ മഴക്കാലത്തേക്കാൾ കൂടുതൽ മഴ ലഭിക്കും. അതിന് കാരണം ഇന്നലെ അറബിക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറുകയാണ് വരും ദിവസങ്ങളിൽ. ഇന്നലെ മുന്നറിയിപ്പുണ്ടായിരുന്നു അടുത്ത 36 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമാകുമെന്ന്. ഇതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഒപ്പം നാളെ വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയായിരിക്കും. ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഓറഞ്ച് അലർട്ടുകൾ തന്നെയാണ് വടക്കൻ കേരളത്തിലുള്ളത്. എന്തായാലും ഇത്തവണ നാളെ മഴയെത്തും. കഴിഞ്ഞ 15 വർഷത്തിനിടെ ആദ്യമായാണ് കേരളത്തിൽ ഇത്തരം നേരത്തെ മൺസൂൺ എത്തുന്നത്. അങ്ങനെ കുറെ മുന്നറിയിപ്പുകളുണ്ട്. ഒപ്പം തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ മഴയുടെ തീവ്രത കൂടുതലായിരിക്കും, ലഭിക്കുന്ന മഴയുടെ അളവ് കൂടുതലായിരിക്കും. മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുണ്ട്, മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. അപ്പോൾ മുൻകരുതലുകൾ പാലിക്കണം, ജാഗ്രത പാലിക്കണം എന്നൊക്കെ നിർദ്ദേശമുണ്ട്. ആര്യ, തീർച്ചയായും അതീവ ജാഗ്രത പുലർത്തേണ്ട സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതേസമയം സംസ്ഥാനത്ത് കള്ളക്കടൽ മുന്നറിയിപ്പുമുണ്ട്. ഇന്ന് രാത്രി മുതൽ നാളെ രാത്രി വരെയാണ് മുന്നറിയിപ്പുള്ളത്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. നാളുകൾക്ക് ശേഷം 5 മലയാള ചിത്രങ്ങൾ ഒരു ദിവസം റിലീസിനെത്തുന്ന ദിവസം കൂടിയാണിന്ന്. ചരിത്രം, കുറ്റാന്വേഷണം, കോമഡി, ത്രില്ലർ, ഫാമിലി എന്നിങ്ങനെ ഓരോ ചിത്രവും വ്യത്യസ്ത ജേണറിലും കൂടിയാണ് എത്തുന്നത്. ടൊവിനോ തോമസ്, ധ്യാൻ ശ്രീനിവാസൻ, ശ്രീനാഥ് ഭാസി, ഇന്ദ്രജിത് സുകുമാരൻ, ഗിനസ് പക്രു എന്നീ താരങ്ങളുടെ ചിത്രങ്ങളാണ് ഇന്ന് തിയേറ്ററിൽ എത്തുന്നത്.